ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. വീണ്ടും ദൈവവചനവുമായി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിപ്പാനായി കേൾക്കുവാനായിട്ട് ലഭിക്കുന്ന ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ സമയത്തിലും സമയവ്യത്യാസത്തിലും ഇത്രയും പേര് വന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ബാക്കിയുള്ളവരും താമസിയാതെ എത്തിച്ചേരും എന്ന് നമുക്ക് വിശ്വസിക്കാം. വന്ന എല്ലാവർക്കായിട്ടും കർത്താവിൻ്റെ മഹത്വം കരേറ്റുന്നു. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു നൽകിയ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് അതിൻ്റെ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് പഠിപ്പാൻ ആരംഭിച്ചിരുന്നു. പല കാരണങ്ങളാൽ ഇടയ്ക്ക് പല ആഴ്ചകളായിട്ട് എനിക്ക് ഈ ക്ലാസ് എടുക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നത് പിന്നെയും പുനരാരംഭിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കണമെന്ന് എല്ലാവരോടും സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ആരംഭിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എപ്പോഴും കാണാതെ പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഭാഗങ്ങളായത് പലർക്കുമെന്ന് എനിക്കറിയാം. പല കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഈ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഈ കാര്യം അല്ലേ, ഭാഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ ഹൂ ആർ ദ പീപ്പിൾ ഹൂ ആർ കമൻറ്റഡ് ബൈ ദ ലോർഡ് ജീസസ്, ആരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ ഭാഗ്യാവസ്ഥകളിൽ പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻസ്, ക്വാളിറ്റീസ് എന്തായിരിക്കണമെന്ന് ഈ ഭാഗ്യാവസ്ഥകളിൽ പറയുന്നുണ്ട്. അവരുടെ ഗുണമേന്മകൾ എന്തൊക്കെയായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. മൂന്നാമത് ഇവിടെ പറയുന്നത്, ഇതിൻ്റെ ഒരു ആകത്തുക എടുത്തു നോക്കിയാൽ സാരാംശമായി അതാണ് ഞാനിപ്പോൾ പറയുന്നത്, എടുത്തു നോക്കിയാൽ എന്തെല്ലാം പ്രോമിസസ് ആണ് അങ്ങനെയുള്ളവർക്ക് നൽകപ്പെടുന്നത്. ഇപ്പം നമ്മളിവിടെ ആരംഭമായിട്ട് കണ്ടത് തന്നെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. പിന്നെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സോ ഓൾ ദീസ് പ്രോമിസസ് ആർ മെയ്ഡ് ഫോർ ഗിവൺ ടു ദ പീപ്പിൾ അല്ലേ. ഇങ്ങനെയുള്ള ആളുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ, അത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ഈ ഭാഗ്യാവസ്ഥ പഠിപ്പാൻ ആരംഭിച്ചു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇപ്പം നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു തെറ്റായിട്ടുള്ളൊരു കൺസെപ്ഷൻ, ഒരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വാക്കുകൾ നിമിത്തം. വിശേഷാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള ഒരു സോഷ്യൽ റീഡിങ്ങൂടെ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് വായിക്കുമ്പോൾ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന ലൂക്കോസ്, അപ്പം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഒരു സാധ്യതയുണ്ട്, ദാരിദ്ര്യമെന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. അല്ല, ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരർത്ഥമുണ്ട്. അത് നമ്മൾ പഠിപ്പാൻ ആരംഭിച്ചു. ഇന്ന് നമുക്ക് ഈ ആത്മാവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ, മിസ്കൺസെപ്ഷൻസ്, അത് നമുക്കൊന്നെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. എന്താണ് അല്ലെങ്കിൽ എന്തല്ല ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ? ഈ ഭാഗ്യാവസ്ഥ, ആത്മാവിൽ ദരിദ്രർ ആയിരിക്കുക എന്നുള്ള ഭാഗ്യാവസ്ഥയുടെ അതിനെക്കുറിച്ച് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ. വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകാം. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും നമ്മുടെ മനസ്സിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഇത് മുഖാന്തരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്, മെറ്റീരിയൽ പോവർട്ടി ഈസ് എ മസ്റ്റ് ടു പ്ലീസ് ദ ലോർഡ്. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ധാരണ അനേകർക്ക് ഉണ്ടായേക്കാം.
നമുക്ക് ഭൗതികമായിട്ടുള്ളൊരു ദാരിദ്ര്യം അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപോദ്ബലകമായിട്ടൊന്നും തന്നെയില്ല. നരകത്തിൽ ചെല്ലുമ്പം അനേക ദരിദ്രന്മാരവിടെ കണ്ടേക്കാം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അനേക ധനവാന്മാരും അവിടെ കണ്ടേക്കാം. അപ്പം ധനവാന്മാർ സ്വർഗത്തിൽ പോകുകയല്ലെന്നും പറഞ്ഞിട്ടില്ല, ദരിദ്രന്മാരെല്ലാവരും നരകത്തിൽ സ്വർഗത്തിൽ പോകുമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഭൗതികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചോ ധനസമൃദ്ധിയെക്കുറിച്ചോ അല്ല ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളതിലേക്ക് വരും. എന്തുവാണ് ഈ പോവർട്ടിയുടെ, സ്പിരിച്വൽ പോവർട്ടിയുടെ അർത്ഥമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. രണ്ടാമത് ഒരു മിസ്കൺസെപ്ഷൻ, ഈ ഭാഗ്യാവസ്ഥയിൽ ആത്മീകമായിട്ട് അല്ലെങ്കിൽ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കും. റിട്രീറ്റ് ഫ്രം ദ സൊസൈറ്റി ഈസ് എ മസ്റ്റ് ടു പ്ലീസ് ദ ലോഡ്, അല്ലേ? കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ധാരണ, അതും തെറ്റായൊരു ധാരണയാണ്. നമ്മളെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് ആരും പറയിൻ കീഴിൽ വെക്കുമാറില്ല, കട്ടിൽ കീഴെ വെക്കുമാറില്ല. അത് വീട്ടിൽ വരുന്ന എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. നോക്കണം, അപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകണം. അത് എന്തായിരിക്കണമെന്ന് നമുക്ക് ഏകദേശ ധാരണയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ കർത്താവ് തന്നെ പഠിപ്പിച്ചത് നമുക്കറിയാമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വചനം അവർക്ക് നൽകിയിട്ടുണ്ട്, ഞാൻ ലോകത്തിൽ നിന്നല്ലാത്തതുപോലെ അവരും ലോകത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് ലോകം അവരെ വെറുത്തു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുപാലിക്കണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പം കർത്താവ് പറയുന്നത് ലോകത്തിൽ നമ്മെ എടുത്തുകൊള്ളണമെന്നല്ല. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് ബി ഇൻ ദ വേൾഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം നോട്ട് ബിലോങ്ങിങ് ടു ദ വേൾഡ്. ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ ലോകക്കാരല്ലാതെ വ്യത്യസ്തരായിട്ട് ആയിരിക്കാൻ നമുക്ക് ഇടയാവുക. അപ്പോൾ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു റിട്രീറ്റ് ഫ്രം ദ സൊസൈറ്റി അല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് പഠിപ്പിക്കുമ്പോൾ. യേശു കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന യഹൂദ വിഭാഗങ്ങളിലെ പ്രബലരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു എസേന്യർ. അവരുടെ ഇടയിൽ ഹെരോദ്യരുണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, സദൂക്യരുണ്ടായിരുന്നു, എസേന്യരുണ്ടായിരുന്നു. എസേന്യരെന്ന് പറയുന്നവർ ഈ സമൂഹത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല, ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അത് തിന്മ നിറഞ്ഞതാ, പാപം നിറഞ്ഞതാ, അതുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി അതിൽ ഉൾപ്പെടാതെ മാറി നിന്ന ഒരു വിഭാഗമായിരുന്നു എസേന്യർ. അപ്പം കുമ്രാൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നതും അവർ പ്രിസേർവ് ചെയ്തതാണ് ഈ ഡെഡ് സീ സ്ക്രോൾസ്, ചാവുകടൽ ചുരുളെഴുത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ പ്രതികൾ ആദ്യ സമയത്ത് തന്നെ എബ്രായ ഭാഷയിൽ എഴുതിയിരുന്ന പ്രതികൾ കുടങ്ങളിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ആ ചുരുളെഴുത്തുകൾ കണ്ടെത്തിയത് 1964-ഓ 70-ൻ്റെ ആദ്യത്തിലോ മറ്റുമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതെല്ലാം ഇങ്ങനെയുള്ളവർ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എസേന്യരെ പോലുള്ളൊരു ചിന്താഗതി ഉള്ളവരും ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തുവാ, സമൂഹത്തിൽ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ഭൗതികമായ ദാരിദ്ര്യം അനിവാര്യം അല്ല. 2, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ല. 3, നമ്മളെപ്പോഴും പൂവർ മീ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ, ഓ പൂവർ മീ എന്ന് പറയാറില്ലേ.
എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തണമെന്നല്ല കർത്താവ് പറയുന്നത്. നമ്മൾ താഴ്മയുള്ളവരായിരിക്കുക, ആ താഴ്മയെക്കുറിച്ച് പ്രൗഡായിട്ടിരിക്കുക. അല്ലേ, ഞാൻ ഏറ്റവും താഴ്മയുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹ്യൂമിലിറ്റി പരേഡ് ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. അല്ലേ, നമ്മുടെ താഴ്മയെ ഇങ്ങനെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് അങ്ങനെ നടക്കാനുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ താഴ്മയെന്ന് പറയുന്നതിനെ നമ്മൾ പരേഡ് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അഭിമാന പുളകിതരായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വളരെ വീമ്പ് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ താഴ്മ അഹങ്കാരമായിട്ട് മാറുകയാണ്. അപ്പം താഴ്മയുള്ളവർ താഴ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ഞാൻ താഴ്മയുള്ളവനാ, ഞാൻ താഴ്മയുള്ളവനാ, ഞാൻ താഴ്മയുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. പ്രത്യുത അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ഇടപാടുകളിൽ ആ താഴ്മ കാണിക്കുവാനിടയാകുക. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ താഴ്മ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞില്ലെന്നല്ല, അവൻ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയില്ലെന്നല്ല, പ്രമാണങ്ങൾക്ക് വേണ്ടി അവൻ നിന്നില്ല എന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എവറിതിങ് ഡൂയിങ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ്, റൈറ്റ്? ഒരു റിഡംറ്റീവായിട്ടുള്ള താല്പര്യത്തോടെ ആഗ്രഹത്തോടെ അത് ചെയ്യുവാൻ അവന് കഴിഞ്ഞു. സോ നമ്മുടെ അങ്ങനെയുള്ളൊരു ഹ്യൂമിലിറ്റിയെക്കുറിച്ചും അല്ല കർത്താവ് പറയുന്നത്. നമ്മൾ പരേഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഹ്യൂമിലിറ്റിയെക്കുറിച്ചും അല്ല കർത്താവ് പറയുന്നത്. അപ്പം പിന്നെ എന്തുവാ കർത്താവിടെ ഉദ്ദേശമാക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്നാമത്, what poor in spirit does not mean. ഒന്നാമത്, it is different from what the world seeks. ലോകം അന്വേഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചു നോക്കിയാൽ, ഈ വിശേഷാൽ യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ, പഠിപ്പിക്കലുകൾ എല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന ഒരു അപ്സൈഡ് ഡൗൺ കിങ്ഡമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു പവർ പിരമിഡ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് ടോപ്പിൽ നിന്ന് താഴേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുകളിലിരിക്കുന്നു, ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് ഹയറാർക്കി അനുസരിച്ച് താഴേക്ക് ഇരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അങ്ങനെയാണെന്ന് കർത്താവ് പറഞ്ഞില്ല. അങ്ങനെ അല്ല എന്ന വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞത്. സോ ഇറ്റ്സ് ആൻ അപ്സൈഡ് ഡൗൺ കിങ്ഡം കർത്താവിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ലോകം പറയുന്നു നീ ഒന്നാമതായിരിക്കണം, നീ അസേർട്ടീവായിരിക്കണം, നീ നിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, നിനക്ക് വേണ്ടി നീ സംസാരിക്കണം, നിൻ്റെ റൈറ്റ്സ്, നിൻ്റെ അവകാശങ്ങൾ നീ ഉച്ചത്തിൽ സംസാരിച്ച് നേടിയെടുക്കണം. അല്ലേ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, മലയാളത്തിൽ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ. അതാ ലോകത്തിൻ്റെ ആപ്തവാക്യം, അതാ ആളുകൾ പറയുന്ന അതാ. നമ്മൾ പലപ്പോഴും അതാ ദൈവസഭയിലും അല്ലെങ്കിൽ ദൈവജനം പലപ്പോഴും അറിയാതെ അതാ സ്വീകരിച്ചു പോകുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് കർത്താവ് എന്തുവാണ് പറഞ്ഞത്? ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു അപ്സൈഡ് ഡൗൺ കിങ്ഡമാണ് കർത്താവ്. അതുകൊണ്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ മഹാനാകുവാൻ, ഒന്നാമതാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം എല്ലാവരുടെയും ദാസനാകണം. The one who wants to be first among you become a servant of all. Servant of all. എല്ലാവരുടെയും ദാസനായി കൊള്ളണം. നമ്മുടെ ഒക്കെ സഭകളിൽ ഇത് വാസ്തവമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സഭകൾ എത്ര മനോഹരമാകുമായിരുന്നല്ലേ. ദാസരാകാനുള്ള ഒരുക്കമുള്ളവരായി നമ്മൾ തീർന്നിരുന്നുവെങ്കിൽ, അല്ലേ? ശുശ്രൂഷിക്കുവാൻ, സേവിക്കുവാൻ ഉള്ള മനോഭാവത്തോടെ നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ, ഇടപെട്ടിരുന്നുവെങ്കിൽ സഭകളൊക്കെ വളരെ മനോഹരമായിരുന്നു. സോ the world is emphasizing on being first. ഒന്നാമതായിരിക്കണമെന്ന് ലോകം പറയുന്നു. കർത്താവ് പറയുന്നത് നിങ്ങളിൽ ഒന്നാമതാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ഒടുവിലത്തേവൻ ആകണം. സെർവൻ്റ് ഓഫ് ഓൾ. രണ്ടാമത്, ഇതെന്തല്ല,
It does not mean that you have to be financially poor to enter the kingdom of God. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഫൈനാൻഷ്യലി പൂർ ആകണം. സാമ്പത്തികമായിട്ട് നിങ്ങൾ ദരിദ്രർ ആകണം എന്ന് ഒരു ധാരണ അനേകരെ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെയുമല്ല കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പോവർട്ടി മെൻറ്റാലിറ്റി പലപ്പോഴും ചർച്ചിലേക്ക് കടന്നു വന്നു. ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്ന ആളല്ല, അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളല്ല. കർത്താവ് അഭിവൃദ്ധി തരികയല്ലെന്ന് ഞാൻ പറയാറില്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അഭിവൃദ്ധി കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് തന്നാലും ആ ധനത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാം വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ധനവാന്മാരായാലും ദരിദ്രരായിരുന്നാലും നമുക്ക് ധനത്തോടുള്ള നമ്മുടെ മനോഭാവത്തിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഏറ്റവും ദരിദ്രരായിരിക്കുമ്പോഴും ധനത്തോടുള്ള മോഹവും ദ്രവ്യാഗ്രഹവും അങ്ങനെയുള്ള മോഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നാൽ അത് ധനമില്ലാതിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോജനമേ ആയിത്തീരത്തില്ല. എന്നാൽ ധനവാനായിരിക്കെ തന്നെ ആ ധനം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ, ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ തക്കവണ്ണം ഇടയായാൽ അത് ഒരു വലിയ ഡെലിവറൻസിന് കാരണമായിത്തീരും, വലിയൊരു വിടുതലിന് കാരണമായിത്തീരും. അപ്പം കർത്താവോട് പഠിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സഭയിൽ അത് തെറ്റായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് അനേക സഭകൾ, വിശേഷാൽ കാത്തലിക് ചർച്ചും അങ്ങനെയുള്ള മറ്റ് പല സഭകളും അവർ ഈ മൊണാസ്റ്റിക് ലൈഫും അതുപോലെ തന്നെ വൗസ് ഓഫ് ചാസ്റ്റിറ്റി, ഒബീഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് സന്യസ്തരായിട്ടും ഒക്കെ ജീവിച്ചത്. അതിൻ്റെ നന്മകൾ അവരുടെ ഭാഗത്തില്ല എന്നല്ല, ശ്രദ്ധിക്കണമേ. അവരുടെ ഭാഗത്ത് അവരങ്ങനെയുള്ള ജീവിതം തിരഞ്ഞെടുത്തത് കൊണ്ട് സമൂഹത്തെ അവർക്ക് സേവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, അനേകം നന്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ രക്ഷയുടെ മാർഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അത് എത്ര ആപത്കരമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അപ്പം പിന്നെയും നമ്മൾ പ്രവർത്തിയാലുള്ള നീതീകരണം, പ്രവർത്തിയാലുള്ള രക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അതല്ല പറയുന്നത്. അപ്പം നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ഫൈനാൻഷ്യലി പൂർ ആകണമെന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ധനമുള്ളവരായിരിക്കുകയോ ധനമില്ലാത്തവരായിട്ടിരിക്കുകയോ ധനവാന്മാരായിരിക്കുകയോ അല്ലാത്തവരായിരിക്കുകയോ ദൈവം നമ്മെ നടത്തുന്നതനുസരിച്ച് നമ്മൾ പോകണം. എന്നാൽ തെറ്റായിട്ടുള്ള ധാരണ നമ്മുടെ ഉള്ളിൽ കയറി നമ്മൾ അങ്ങനെ ജീവിക്കുവാൻ ഇടയാകരുത്. മൂന്നാമതൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പൂർ ഇൻ സ്പിരിറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഡു നത്തിങ്. മുമ്പേ പറഞ്ഞതുപോലെയാണ്, ഒരു റിട്രീറ്റ് എടുക്കണം, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം, ഒന്നിലും ഇടപെടരുത്, ഒരു നല്ല കാര്യവും ചെയ്യരുത്. ഈ സമൂഹം മുഴുവൻ തിന്മ നിറഞ്ഞതാ, അതുകൊണ്ട് ഞാനിതിലൊന്നും ഉൾപ്പെടത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ അല്ലേ. അപ്പം കർത്താവ് പറഞ്ഞ ബേസിക്കായിട്ടുള്ള കാര്യം മറന്നു പോവുക. ഭൂമിയുടെ ഉപ്പെന്ന് പറയുന്നത് നമുക്ക് എവിടെയാകാൻ പറ്റുന്നത്? ആളുകളുടെ കാര്യങ്ങളിൽ, സമൂഹത്തിൽ, സേവനത്തിൽ ഒക്കെ നമ്മൾ ഇടപെടുന്നില്ല എങ്കിൽ, ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ എവിടെയാ പറ്റുന്നത്? നമുക്ക് വെളിച്ചം കൊടുക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ തന്നെ, കർത്താവ് തന്നെ പറഞ്ഞു, വിളക്ക് കൊളുത്തിയിട്ട് ആരും പറയിൻ കീഴിലും അല്ല നിലവറയ്ക്കുള്ളിലും വെക്കുമാറില്ല. അപ്പം നമ്മൾ നിലവറയ്ക്കുള്ളിൽ ഇങ്ങനെ ഉള്ള വെളിച്ചവും കൊണ്ടിങ്ങനെ അതിനെ സംരക്ഷിച്ച് നമ്മളിങ്ങനെ ആയിരിക്കുക, പുറത്താരും കാണാൻ ഇടയാകാതെ നമ്മൾ ആയിരിക്കുക അല്ലേ. ഈ സഭകളെക്കുറിച്ച് പറയുന്നിടത്ത് 3 വിധത്തിലുള്ള സഭകൾ അല്ലെങ്കിൽ ദൈവജനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഒന്ന്, ദോസ് ഹു ബിലീവ് ഇൻ ദ പ്രസൻസ് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാന്നിധ്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാക്കും ഭാഷണമൊന്നും വേണമെന്നില്ല, സുവിശേഷം പറയണമെന്നുമില്ല. സൊസൈറ്റിയെ, സമൂഹത്തെ നമ്മൾ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, ആശുപത്രികൾ, സേവന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തി അത് കേന്ദ്ര ബിന്ദുവാക്കി, അതിനെ കേന്ദ്ര ശ്രദ്ധ അതിലേക്ക് നൽകി, പ്രധാന ശ്രദ്ധ നൽകി ജീവിക്കുന്നവർ. ലൈക്ക്
many churches. I don't want to name any, but many churches are like that. They don't want to preach the gospel. They don't want to take the gospel to others. They believe that the presence evangelism, that is what is important. Second category ഉണ്ട്, മറ്റൊരു കാറ്റഗറി ഉണ്ട്. അവർ പറയുന്നത് പ്രൊക്ലമേഷൻ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് നടക്കണം, പ്രസംഗിക്കണം, അല്ലേ, ആളുകളോട് സുവിശേഷം അറിയിക്കണം, അത് മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് തെറ്റ് പറ്റുക. ഒരു പക്ഷേ ആദ്യത്തെ വിഭാഗം പ്രസൻസ് ഇവാഞ്ചലിസം എന്ന് പറയുന്ന കാത്തലിക്സ് ഒക്കെ ആണെങ്കിൽ ഈ പ്രൊക്ലമേഷൻ ഇവാഞ്ചലിസമായിട്ട് നാളിതുവരെയും നിന്നിരുന്നത് പെന്തക്കോസ്തുകാരായിരുന്നായിരിക്കും. അവർ പ്രസംഗം മാത്രമായിട്ട് നടന്നു ജീവിച്ചു. എന്നാൽ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, അവരെ വിളിക്കുന്ന പെർസുവേഷൻ ഇവാഞ്ചലിസം. അവർ ചെയ്യുന്ന കാര്യം പെർസുവേഷൻ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കും, പക്ഷേ അത് ജനങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എന്തു ചെയ്യും? ആളുകളെ സേവിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ആളുകളെ അതോടൊപ്പം അവരെ സേവിക്കുക കൂടെ ചെയ്ത് പെർസ്വേഡ് ചെയ്യുക. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം യേശുവിനെ എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിച്ചു തരിക. അതാ നമ്മൾ ചെയ്യേണ്ടത്, സഭകൾ ചെയ്യേണ്ടത് എന്തുവാ? പെർസുവേഷൻ ഇവാഞ്ചലിസം. അപ്പോൾ സമൂഹത്തിൽ ഉൾപ്പെടാതെ മാറി നിൽക്കാനല്ല നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നത്. പ്രത്യുത സമൂഹത്തിൽ നമ്മാൽ ആവുന്നത്ര സ്വാധീനം നാം ചെലുത്തിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാ? നമ്മൾ സുവിശേഷം അറിയിക്കുകയും അതോടൊപ്പം നമ്മൾ ആളുകളെ സേവിക്കുകയും ചെയ്യും. ആർ യു ഓൾ വിത്ത് മീ? ഓക്കെ. അപ്പോൾ എന്തുവാ ഇതിൻ്റെ അർത്ഥം? ഈ പൂവർ ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ആത്മാവിലുള്ള ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ അർത്ഥം? നമുക്ക് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുവാനിടയാകും. ഒന്നാമത്, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ഗാഡ്. ഒരു താഴ്മയുടെ മനോഭാവം, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം, അല്ലേ? We saying to the Lord, poor, lost, destitute, ആരുമില്ലാത്ത അനാഥനായ ഞാൻ എന്നുള്ള ഒരു ഭാവം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അങ്ങനെ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇടയാവുക എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഡിപ്പെൻഡൻസി, മുഴുവനായ ആശ്രയം, അല്ലേ? ദൈവത്തിൽ മുഴുവനായി ആശ്രയിക്കുന്നു. നമുക്ക് ഏതാനും എന്തെങ്കിലും ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് അവിടെ. ടോട്ടൽ ഡിപ്പെൻഡൻസി കർത്താവിലാണ്, അല്ലേ? ആൻഡ് എയർ ഓഫ് ബ്രത്ത് ആൻഡ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ക്യാൻ കിൽ അസ് എന്നാ പറയും. ഒരു വായുവിൻ്റെ ഒരു ചെറിയ ഒരംശം മതി നമ്മളെ കൊല്ലാൻ, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി മതി നമ്മളെ കൊന്നുകളയാൻ, ഇല്ലാതെയാക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം അൺസർട്ടൻ ആയിട്ടുള്ള ആളുകളാണ്, യാതൊരു സ്ഥിരതയും ഇല്ലാത്തവരാണ്. ഇന്ന് കാണുന്നവരെ നാളെ കാണുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അടുത്ത ക്ഷണത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ക്ലെയിം ചെയ്യുന്ന, ബോസ്റ്റ് ചെയ്യുന്ന ഈ വലിപ്പമൊന്നും നമുക്കില്ല പ്രിയപ്പെട്ടവരെ. നമുക്കൊന്നിലും അഭിമാനിക്കാനോ നമുക്ക് അഹന്ത കൊള്ളുവാനോ നമുക്ക് അവകാശമില്ല. ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ഗോഡ്. അതാ കർത്താവ് പറയുന്നത്. ഞാൻ മുമ്പേ തന്നെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, എങ്ങനെയാണ് ഈ പോവർട്ടി എന്ന് പറഞ്ഞ ഒരു ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് വന്നത് ആളുകൾ. സൗകര്യങ്ങളില്ലാത്തവർ പലപ്പോഴും അവർ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ മറ്റു ആശ്രയിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? ദൈവത്തിങ്കിലേക്ക് ഓടി അണയുക. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേറെ മാർഗമില്ല, നമ്പാൻ ആരുമില്ല, ആശ്രയം വെപ്പാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് കൈകൾ മലർത്തിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. കർത്താവേ, എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല,
എന്നെ കാണുവാൻ മറ്റാരുമില്ല, എന്നെ നടത്തുവാൻ മറ്റാരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, പോവർട്ടി ഓഫ് സ്പിരിറ്റ് ഈസ് ആൻ ഇൻവേർഡ് ആറ്റിറ്റ്യൂഡ്. പോവർട്ടി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ചെരുപ്പെടാതെ നടക്കുന്നതല്ല, താഴെ ഇരിക്കുന്നതല്ല, മെത്തയില്ലാതെ നിലത്ത് കിടക്കുന്നതല്ല, അല്ലെങ്കിൽ ഏറ്റവും ശാഖ പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുന്നതൊന്നുമല്ല പോവർട്ടി എന്ന് പറയുന്നത്. അതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ പൂവർ അല്ലാതെ നമുക്കിരിക്കാം. മനസ്സിൽ മുഴുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളും ദുർമോഹങ്ങളും എല്ലാം കുത്തി നിറച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആയിരിക്കാം. അപ്പോൾ ഇതൊരു ഇൻവേർഡ് ആറ്റിറ്റ്യൂഡാണ്, ഉള്ളിലുള്ള ഒരു മനോഭാവമാണ്. എന്തുവാ ഈ പോവർട്ടി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു ഇൻവേർഡ് ആറ്റിറ്റ്യൂഡാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്താലും കർത്താവ് പഠിപ്പിച്ച ആ പാരബിള് ഞാനത് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. പാരബിൾസിൻ്റെ സീരീസ് നമ്മൾ എടുത്തപ്പോൾ, അല്ലേ? സർവവും നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങളെന്ത് പറഞ്ഞോളാനാണ് കർത്താവ് പറഞ്ഞത്? നിങ്ങളെന്ത് പറയണം? കർത്താവേ, ഞാൻ കുറച്ചൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, എനിക്ക് എത്രത്തോളം ശക്തി തന്നല്ലോ എന്നല്ല പറയുന്നത്. സർവവും ചെയ്ത ശേഷം പറയാനാ, അല്ലാതെ ചെയ്യാതിരുന്നേച്ച് പറയാനും അല്ല പറയുന്നത്. കുറച്ച് ചെയ്തേച്ച് പറയും. നീ പറഞ്ഞിരിക്കുന്ന ഏൽപ്പിച്ചതെല്ലാം ചെയ്താലും എന്താ പറയാൻ അവകാശമുള്ളൂ? കർത്താവേ, ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാരത്രേ, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്തോത്രം. ഏൽപ്പിച്ചത്, തന്നത്. പൗലോസ് പറഞ്ഞു, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. പക്ഷേ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയത്രേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിൽക്കാൻ പറ്റുമെങ്കിൽ, ഇത്രത്തോളം വന്നുവെങ്കിൽ ഇതുവരെ കൊണ്ടുവന്നത് അവൻ്റെ കൃപ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓടിയതും അധ്വാനിച്ചതും എൻ്റെ ശക്തിയല്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് ആകെ ക്ലെയിം ചെയ്യാനുള്ളത് അപ്രയോജന ഭൃത്യന്മാരാ. നമ്മൾ ചിലർ പറയുന്നുണ്ടായിരിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി ചെയ്തു, ഓടി, ഇന്നതൊക്കെ ചെയ്തു, അധ്വാനിച്ചു, നേടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തിരുത്തിക്കോണം കേട്ടോ, തിരുത്തിക്കോണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ഇത്രയും വലിയൊരു പ്രിവിലേജ് കർത്താവ് തന്നല്ലോ എന്നോർത്ത് കർത്താവിന് മഹത്വം കരയറ്റണം, പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ, ഞാൻ അപ്രയോജന ഭൃത്യനാ. ദൈവത്തിന് സ്തോത്രം. അതൊരു ഇൻവേർഡ് ആറ്റിറ്റ്യൂഡായിട്ട് നമ്മിൽ വളരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അടുത്തത് നമ്മുടെ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്ന, സ്പിരിച്വൽ പോവർട്ടി അല്ല, ആത്മീക ദാരിദ്ര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? recognizing that we are not adequate for anything in our life, any challenges of the life. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വെല്ലുവിളികളോ ആവശ്യങ്ങളോ അതിൽ ഒന്നും നിൽക്കുവാൻ നമുക്ക് കഴിവ് ഇല്ല. യേശു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ പലരുണ്ടല്ലേ. പത്രോസ് പറഞ്ഞു, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, അല്ലേ? കർത്താവ് പറഞ്ഞു, പത്രോസേ, ശിമോനെ, ഈ കോഴി കൂവുന്നതിന് മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പല പ്രാവശ്യം വന്ന ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നമ്മളറിയാതെ ഇതെല്ലാം നടക്കുന്നുണ്ടല്ലേ, ചുറ്റുപാടും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം പോകാനും നമ്മളെ വീഴിച്ച് കളയാനും ഇല്ലാതെയാക്കുവാനും പോരാടി നിൽക്കുന്ന പോരാട്ട ശക്തികളുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ നമ്മെ നിർത്തിയിരിക്കുക. ഞാനാകുന്ന അവൻ്റെ കൃപയാൽ മാത്രമാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള അറിവ വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രരാവുക എന്ന് പറഞ്ഞാൽ. കർത്താവേ, നീ എനിക്ക് വേണം,
ഇന്ന് ഞാൻ ജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ നീ എനിക്ക് വേണം. നിന്നിലുള്ള ആശ്രയമല്ലാതെ എനിക്ക് മറ്റൊന്നും പുകഴുവാനില്ല, മറ്റൊന്നും എനിക്ക് പറയാനായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു ദിവസം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ദിവസം, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. നമ്മുടെ ദിവസങ്ങൾ അങ്ങനെയാകട്ടെ, നമ്മുടെ സമയങ്ങൾ അങ്ങനെയാകട്ടെ. അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഇന്ന് പകലിൽ അവസാനിപ്പിക്കാം. ഈ ആത്മാവിൽ ദരിദ്രരാകണമെങ്കിൽ, ആ അവസ്ഥയിൽ അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഒരു മെൻ്റൽ ട്രെയിനിങ് വേണം. മെൻ്റൽ ട്രെയിനിങ്, മാനസികമായിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് ഉണ്ടാകണം. അത് ദിനേന നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മാനസികമായിട്ടുള്ള ആ ട്രെയിനിങ് നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം അല്ലേ, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, ആരംഭവാക്യങ്ങൾ. എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. ഇവിടെ എന്നെ നോക്കിക്കേ, ശ്രദ്ധിച്ചേ. എന്തോ അവിടെ പറയുന്നത്? ഞാൻ ദൈവത്തിൻ്റെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന മലയാളത്തിലിരിക്കുന്നത്. പക്ഷെ അവിടെ വാസ്തവത്തിൽ എഴുതിയിരിക്കുന്ന ബി ബീയിങ് ട്രാൻസ്ഫോംഡ് എന്ന. ബി ബീയിങ് ട്രാൻസ്ഫോംഡ്, രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇന്നലെ ഞാൻ രൂപാന്തരപ്പെട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിന് രൂപാന്തരപ്പെട്ടായിരുന്നു. വാച്ച് നൈറ്റ് സർവീസിന് ഒരു വലിയ രൂപാന്തരം ഉണ്ടായി. ഞാൻ തീരുമാനമൊക്കെ എടുത്തായിരുന്നു. അല്ല, ബി ബീയിങ് ട്രാൻസ്ഫോംഡ് ദിനേന. ഹല്ലേലൂയ. ഒരു ട്രെയിനിങ് വേണം ഇതിന്. നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇന്നെനിക്കൊരു രൂപാന്തരം വേണം, ഇന്നലത്തെ അവസ്ഥ പോരാ, ഇന്നെനിക്കൊരു പുതിയ അവസ്ഥ വേണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ടാകണം, ഒരു മെൻ്റൽ ട്രെയിനിങ് ഉണ്ടാകണം. അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. സ്തോത്രം. അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാം. Never outgrow the understanding of our spiritual poverty. 70 വയസ്സ് 50 വയസ്സായ തീരുവോ? ഇല്ല. 60, 70, 80, 90. ഈ ദാരിദ്ര്യം, ആത്മാവിലെ ദാരിദ്ര്യം, ആവശ്യം ബോധം അവസാനം വരെ ഉണ്ടായിരിക്കണം. അവസാനം വരെ, അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഔട്ട്ഗ്രോ ചെയ്യാതെ. ഇനീഷ്യലി ഞാൻ ഡ്രോ ചെയ്തു അല്ലേ, കർത്താവിൽ നിന്ന് വേണ്ടതെല്ലാം ഞാൻ പ്രാപിച്ചു, ഇനിയും കുറേ നാളത്തേക്ക് എനിക്കൊരു പ്രശ്നം. അങ്ങനെയല്ല. ദിനേന ഈ ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഓൾവേസ് ഡ്രോയിങ് ഫ്രം ഹിം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് നിങ്ങൾ ദിനംതോറും സന്തോഷത്തോടെ വെള്ളം കോരണം. സ്തോത്രം. രക്ഷയുടെ ഉറവുകളിൽ നിന്ന് ദിനംതോറും കോരിക്കൊണ്ടിരിക്കണം, സന്തോഷിച്ചു കൊണ്ടിരിക്കണം. ഇന്നലത്തേത് പോരാ, ഇന്ന് പുതിയ അനുഭവങ്ങൾ വേണം. കർത്താവിൽ നിന്ന് പുതുത പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഔട്ട്ഗ്രോ ചെയ്യരുത്. ഞാൻ പഠിച്ചു, ഞാൻ PhD എടുത്തു, ഡോക്ടറേറ്റ് എടുത്തു, ഞാൻ വർഷങ്ങളിലെ പരിചയമെല്ലാം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഔട്ട്ഗ്രോ ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നും എനിക്ക് കൃപ വേണം, ഇന്നും വേണം, നാളെയും ജീവിക്കണമെങ്കിൽ അവൻ്റെ കൃപ വേണം. എൻ്റെ പരിചയം പോരാ, എൻ്റെ തഴക്കം പോരാ, എൻ്റെ അഭ്യാസങ്ങൾ പോരാ, ഞാൻ പഠിച്ചിട്ടുള്ളത് പോരാ, ഇതൊന്നും പോരാ. എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. അവൻ്റെ കൃപയിൽ ആശ്രയിക്കണം, അവനിൽ ചാരണം. ഒരിക്കലും ഔട്ട്ഗ്രോ ചെയ്യാതെ. ഞാൻ വളർന്നു കഴിഞ്ഞു, പൗലോസ് പറഞ്ഞു. ജീവിതത്തിൻ്റെ സായന്നത്തോടടുത്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ പറയുന്നത്, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ
ഓടുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരും ലഭിച്ചു കഴിഞ്ഞവരല്ല, ഞാൻ അങ്ങനെയുള്ള ആളെയല്ല, നിങ്ങളും അങ്ങനെയല്ലെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ബോധ്യം. നമ്മൾ ആരും അങ്ങനെയല്ല. നമുക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടിരിക്കാം. ദൈവകൃപയിൽ ദിനംതോറും നമുക്ക് ആശ്രയിക്കാം. കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അങ്ങനെയുള്ളവർക്കുള്ളതാണ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.